കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് സമർപ്പിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. വിവരങ്ങളുമായി വി.എസ്. രഞ്ജിത്ത്. രഞ്ജിത്ത്, ഇപ്പോൾ എങ്ങനെ അപകടം സംഭവിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? സ്മൃതി, സർവീസ് വയറിൽ നിന്ന് ഈ കമ്പിയിലേക്ക് വൈദ്യുതി പടർന്നത് തന്നെയാണ് മരണകാരണം എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, തുടക്കത്തിൽ പരാതി കിട്ടിയപ്പോൾ ഇവർ അന്വേഷിച്ചിരുന്നു. ആ അന്വേഷിച്ച സമയത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് അവർ പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ സർവീസ് വയറിൽ നിന്ന് വൈദ്യുതി ഷോർട്ടേജ് ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ പിന്നീട് മാവിൻ്റെ കൊമ്പടിഞ്ഞ് വീണ് അത് ഷോർട്ടായതായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നുള്ളതാണ് കെ.എസ്.ഇ.ബിയുടെ വിശദീകരണം. പക്ഷേ കെ.എസ്.ഇ.ബിയിൽ നിന്ന് വിഭിന്നമായുള്ള ഈ കെ.എസ്.ഇ.ബിയുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ് ഇപ്പോൾ ഇന്നലെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഈ കെ.എസ്.ഇ.ബിയുടെ വിശദീകരണം ഒരുപക്ഷെ അവർ പൂർണ്ണമായും സ്വീകരിച്ചിരിക്കണമെന്നില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ പരാതി ഉണ്ടായ സമയത്ത് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല എന്നും പരാതി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ കണ്ടെത്തലായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് വൈദ്യുതി കമ്പികളിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്താനുള്ള യോഗമാണ്. ആ യോഗത്തിൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇക്കാര്യത്തിൽ മന്ത്രിയോട് പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. ശരി, വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ തൂണിൽ തൊട്ട ഉടനെയാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചത്. ഇതിൽ കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെന്നാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.